സുഹൃത്തുക്കളെ, വളരെ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അത് സത്യത്തിൽ സന്തോഷത്തോടെ അല്ല. ഇതിന് കാരണം നമ്മുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ ആയ മലയാളത്തിൻ്റെ അഭിമാനമായ ശ്രീനിവാസൻ്റെ മരണമുണ്ടാക്കിയ ദുഃഖം ആണ് ഈ വീഡിയോയുടെ യഥാർത്ഥ കാരണം. അപ്രതീക്ഷിതമായ ഒരു മരണം. അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. എന്നിരുന്നാലും കുറച്ചു കാലം കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ പറ്റി ഒരു പഠിച്ചയാളോ സിനിമയെപ്പറ്റി വ്യക്തമായ ഒരു അപഗ്രഥനം നടത്തിയ ആളോ ഒന്നുമല്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമ കാണുന്ന ഒരു വ്യൂവർ. അതാണ്. നല്ല സിനിമകൾ കാണുക, അതിനെപ്പറ്റി നമ്മൾ മനസ്സിൻ്റെ ഉള്ളറകളിൽ എവിടെയോ സൂക്ഷിച്ചു വെക്കുക, അത് വീണ്ടും ടി വിയിൽ വരുമ്പോൾ വീണ്ടും കാണുക. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ ഞാൻ ശ്രീനിവാസൻ്റെ സിനിമകളുടെ കൂടെ വളർന്ന ഒരാളാണ്. എൻ്റെ ടീനേജിലാണ് അദ്ദേഹത്തിൻ്റെ നല്ല പല സിനിമകളും റിലീസാവുന്നത്. ഞാൻ ആദ്യം ശ്രീനിവാസനെ കാണുന്നത് ആസ് ആൻ ആക്ടർ, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ ആ ഒരു പോലീസ് വേഷത്തിലാണ്. ഞാൻ സത്യത്തിൽ കരുതിയത് അദ്ദേഹം ഒരു വില്ലനാണെന്നാണ്. ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീന്, ജീപ്പിൽ വന്നിറങ്ങുന്നത്, മോഹൻലാലിനെ ആ ബസ്സിൽ നിന്നും തള്ളിയിട്ടതിന് ശേഷമുള്ള ആ ഒരു സ്മോൾ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം വരുന്നതും മോഹൻലാലിനോട് തട്ടിക്കയറുന്നതൊക്കെയുള്ള രംഗം, ഞാൻ കരുതിയത് പാട്യം ശ്രീനി എന്ന് പറയുന്ന ആളൊരു വില്ലൻ ക്യാരക്ടർ അഭിനയിക്കുന്ന ആളാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് അതുവരെ. കാരണം ഞാൻ അങ്ങനെയൊന്നും സിനിമ കാണുന്ന ആളല്ല. നമ്മുടെ അതായത് വില്ലേജ്, ആ ഒരു ടൗണിൽ മൂവി എത്തുമ്പോഴേക്കും അതൊരു 100 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരിക. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, അന്നീ ഒരു തരംതിരിവുണ്ടായിരുന്നു. അപ്പോൾ സി ക്ലാസ്സിലെത്തുന്ന സിനിമകൾ അപ്പോഴേക്കും എ ക്ലാസ് തിയേറ്ററിൽ ചിലപ്പോൾ 50-75 ദിവസം ഓടുന്ന സിനിമകളായിരിക്കും നമ്മുടെ സി ക്ലാസ്സിലെത്തുക. അങ്ങനെ ഓടുന്ന സിനിമകൾ മാത്രമേ നമ്മൾ പോയി കാണാറുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തെ സാമ്പത്തിക ഭദ്രതയും സാമ്പത്തികമായ പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ ആ ഒരു ലിമിറ്റഡ് സിനിമകൾ കാണാനുള്ള ഒരു ചാൻസ് അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോയി നല്ല സിനിമകൾ കാണുമായിരുന്നു. ആ നല്ല സിനിമകളിൽ ശ്രീനിവാസൻ്റെ സിനിമകളുണ്ടായിരിക്കും. അതായിരുന്നു അന്നത്തെ ഒരു പ്രത്യേകത. സന്മനസ്സുള്ളവർക്ക് സമാധാനം കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതാണ് നാടോടിക്കാറ്റ്. അതെ, എൻ്റെ ഓർമ്മ. എനിക്കത്ര ഒരു ഇയർ ടു ഇയർ ഐ എം നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ, ബട്ട് അങ്ങനെയായിരുന്നു. പിന്നെയാണെന്ന് തോന്നുന്നു വരവേൽപ്പ്. അതിനു മുൻപിലോ അതിൻ്റെ ഇടക്കാണ് ടി പി ബാലഗോപാലൻ എം എ. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ആൾക്കാരുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയായിരുന്നു. അന്നിറങ്ങുന്ന പല സിനിമകളും, സത്യനന്ദിക്കാട് സിനിമകളുടെ മെയിൻ കണ്ടൻറ്റ് അതിൽ ശ്രീനിവാസൻ എഴുതി കൊടുത്ത ക്യാരക്ടറിൻ്റെ അതിപ്രസരമായിരുന്നു. അവരൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അത് ഒഴിയാത്ത ആൾക്കാർ, അതുപോലെ തന്നെ പെങ്ങളുടെ കല്യാണം കഴിച്ചതുകൊണ്ട് കടത്തിലാകുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അത് നമ്മുടെ ചുറ്റുപാടിൽ അന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നാടോടിക്കാറ്റിലെ ദാസനും വിജയനും, അന്ന് ഇറ്റ് വാസ് ഹോണ്ടിങ് മീ വെൻ ഐ എം സീയിങ് ദറ്റ് മൂവി. എനിക്ക് തന്നെ ഒരു പേടിയുണ്ടായിരുന്നു, നാളെ ഞാനെന്താണ് ആയിത്തീരുക, ഇതുപോലൊരു ദാസനും വിജയനും ആയി മാറുമോ, മദ്രാസിലേക്ക് ദുബായി എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ പോയി എത്തിച്ചേർന്നതും അവരുടെ കഷ്ടപ്പാടും ഒക്കെ ആയിരുന്നല്ലോ മൂവി. അപ്പോൾ അത് അറിയില്ല അന്നും, ബിക്കോസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെരി ലെസ് ആണല്ലോ. നമ്മൾക്ക് അന്ന് SLC കഴിഞ്ഞാൽ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോകും, അവിടെ പേര് കൊടുക്കും. അതായിരുന്നു മെയിൻ അന്നത്തെ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം വിളിച്ചാലായി, വിളിച്ചില്ലെങ്കിലായി, അങ്ങനെയായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞാലും എന്താണ്
നമ്മൾക്ക് തന്നെ അറിയില്ല. ആ സമയത്ത് വരുന്ന കഥകളും സിനിമകളും ഒക്കെ അങ്ങനത്തെയായിരുന്നു. പിന്നെ അടുത്ത സന്ദേശം, അതൊരു ഭയങ്കര കാലാതീതമായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. കാലങ്ങൾക്കപ്പുറത്തോളം അത് ഉണ്ടായിരിക്കും. കാരണം അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയും ഏകദേശം അവരുടെ വേ ഓഫ് വർക്ക് സ്റ്റൈൽ ഇങ്ങനെയാണ്. എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നോ, ആർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നോ, നല്ല കാര്യത്തിന് വേണ്ടിയാണോ ഒന്നും ചിന്തിക്കാതെയുള്ള ഒരുതരം ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല കാര്യം അത് പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ അത് അപ്രീഷിയേറ്റ് ചെയ്യണം, അതില്ല. അപ്പോൾ അതും അന്ന് അതന്നെ ആയിരുന്നല്ലോ. അന്ന് ഒരു വീട്ടിൽ തന്നെ ഏട്ടൻ ഒരു പാർട്ടി, അനിയനോ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കഥയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു കഥയായിട്ട് തോന്നിയിരുന്നില്ല. ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കഥകളൊക്കെ നന്നായി വിജയിച്ചത്. പിന്നെ ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്നതിന് മുൻപ്, അല്ലെങ്കിൽ സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും തമ്മിലുള്ള ആ ഒരു ബന്ധം വരുന്നതിന് മുമ്പ് എനിക്കറിയില്ല എത്രമാത്രം സത്യൻ അന്തിക്കാട് സക്സസ് ആയിരുന്നു ആസ് എ ഡയറക്ടർ, അറിയില്ല. പക്ഷെ പിന്നെ കാണുന്നത് അതിശക്തമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്, അതിശക്തമായ റിലേഷനാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടുകളായിരുന്നു ഈ നല്ല സിനിമകളൊക്കെ. എന്നവർ വേറെ പിരിഞ്ഞു. അതിനുശേഷം ഒരുതരം മരവിച്ച അവസ്ഥയായിരുന്നു. സത്യൻ അന്തിക്കാട് ഈ ഡയറക്റ്റഡ് ഫ്യൂ മൂവീസ്. ശ്രീനിവാസൻ മറ്റു പല കഥകളും എഴുതിയിട്ടുണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സോഷ്യലി മോട്ടിവേറ്റഡ് കണ്ടൻറ്റുള്ള സിനിമകൾ വളരെ വളരെ കുറവായിരുന്നു ആ സമയത്ത്. ഒക്കെ ഞാൻ പറയുന്നത് പോലെ ഇപ്പം പ്രിയദർശൻ്റെ സിനിമകൾ എടുത്താൽ അതൊരു ചെറിയ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ചില കാര്യങ്ങൾ, ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടുള്ള, എനിക്ക് സിനിമ ആ വേർഡ്സ് അറിയില്ല അതിന് പറ്റിയത് എന്താണെന്ന്. ഞാൻ പറയുന്നത് ഒരു ചെറിയ ഇതിൽ ഒരു തെറ്റിദ്ധാരണയെ പുറത്തുണ്ടാകുന്ന, ഇപ്പം തെന്മാവിന് കൊമ്പത്തായിക്കോട്ടെ, ശോഭന ഞാനങ്ങനെ കരുതിയില്ല എന്ന് പറയുമ്പോൾ നെടുമുടി വേണു പോകുന്നു, കേൾക്കുന്നില്ല. നെടുമുടി വിചാരിക്കുന്നു ശോഭന അയാളെ സ്നേഹിക്കുന്നു. പക്ഷേ ശോഭന സ്നേഹിക്കുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ ലവ് അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തുണ്ടാകുന്ന കഥകൾ, കൺഫ്യൂഷൻ, ലാസ്റ്റ് ഒരു ഫൈറ്റ്, ഇതൊക്കെ ആയിരുന്നല്ലോ. അതായിരുന്നില്ല സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലുണ്ടാകുന്നതൊക്കെ ഒരു സ്ട്രോങ് സോഷ്യൽ ബേസ്ഡ് സ്റ്റോറികളായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാ സാധാരണക്കാർക്കും അതിഷ്ടമായിരുന്നു. അതുകൊണ്ട് അതൊരു ഒരു സക്സസ്ഫുൾ മൂവീസായി മാറുകയായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റു അതിഭയങ്കരമായ കൂട്ടുകെട്ടായിരുന്നു. ഞാനിപ്പോൾ പറയാൻ കാരണം, ഇങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ട് തകരുമ്പോൾ നമ്മുടെ സിനിമ പ്രേമികളെയാണത് ഇമ്പാക്റ്റ് ആവുന്നത്. ലോഹിതാസിന് വരുന്നതിന് മുമ്പ് സിബി മലയിൽ ചെയ്ത കുറച്ച് സിനിമകൾ അത്ര ഭയങ്കരമായൊരു സക്സസ് ആയിരുന്നില്ല. ഇന്ന് ലോഹിദാസ് സിബി മലയിലിൻ്റെ കൂടെ ചേർന്നു. അത് പിന്നെ വരുന്നത് ബ്ലോക്ക് ബസ്റ്റേഴ്സാണ് അല്ലേ. അതുപോലെ MT ഹരിഹരൻ, ആ ഒരു കൂട്ടുകെട്ട് എത്ര സിനിമകളുണ്ടാക്കി. പിന്നെ MT എഴുത്ത് നിർത്തിയപ്പോൾ അത് തെറ്റിദ്ധാരണയൊന്നുമല്ല. MT സാർ എഴുത്തി നിർത്തിയപ്പോൾ പിന്നെ ഹരിഹരൻ്റെ അതിഭയങ്കരമായ സർഗമുണ്ടായി. അതിനുശേഷം പക്ഷേങ്കിൽ അങ്ങനെ ഒരു പഴയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമകൾ ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കലാൽ അവർ വേറെ പിരിഞ്ഞപ്പോഴും നമ്മളാണ് വിഷമിച്ചത്. നമ്മൾക്ക് വീണ്ടും ഒരു റാംജി റാവു കിട്ടിയില്ല, നമ്മൾക്കൊരു ഹരിഹരനഗർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാരുടെ ആ ഒരു കെമിസ്ട്രി അത് സിങ്ക് ആവും. അതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരുതരം ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ആ ഒരു വലിയ നഷ്ടം ഏറ്റവും അധികം കണ്ടത് സത്യൻ അന്തിക്കാടിലാണ്. ശ്രീനിവാസൻ മരിച്ചപ്പോഴും, അതിനു മുമ്പ് അദ്ദേഹത്തിന് രോഗാവസ്ഥയിലുള്ളപ്പോഴും സത്യൻ അന്തിക്കാട് കൊടുത്ത അഭിമുഖങ്ങളിലൊക്കെ ശ്രീനിവാസനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. അവരുടെ ബന്ധം, അവരെങ്ങനെയാണ് എഴുതിയിരുന്നത്, അവരുടെ ഡിസ്കഷൻ, അതൊരു കഥയായി പരിണമിക്കുന്നത്, അതിലെ ഡയലോഗുകൾ, അതിൽ ചേർക്കേണ്ട ചേരുവ എല്ലാം ചേർത്തിട്ടാണോ ആ സിനിമ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു അടിത്തറ അവർ തമ്മിൽ പാകിയിരുന്നു. അതാണ് നമ്മളവിടെ കാണുന്നത്.
അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് വന്ന അദ്ദേഹം സത്യനന്ദിക്കാട് എല്ലാ കർമ്മവും കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. മറ്റുള്ളവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവാം, പക്ഷേ ആ ഒരു ബന്ധം അത് ഈ കഥ പറയും എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കഥ പറയുമ്പോൾ സിനിമയിലെ ആ ഒരു അശോക് രാജും ബാർബർ ബാലനും സത്യത്തിൽ സത്യനന്ദിക്കാടും ശ്രീനിവാസനാണ്. അതിൽ ആര് അശോക് രാജ് ആര് ബാർബർ ബാലൻ അത് വിട്ടുകൊടുക്കും, അത് വേണ്ട, നമ്മൾക്കറിയണ്ട. പക്ഷെ ആ ഒരു ബന്ധം അത് ഞാൻ അതിലാണ് കണ്ടത്. ഞാനെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതിലെ ആ ഒരു മമ്മൂട്ടി എന്ന അതികായനായ മലയാള സിനിമയിലെ അതികായനായ ആക്ടർ അത്ര നന്നായി അവതരിപ്പിച്ചപ്പോൾ അതിന് നെക്ക് ടു നെക്കാണ് ശ്രീനിവാസനും. അതിൽ ഓരോ ഡയലോഗുകളും ആ ലാസ്റ്റ് ക്ലൈമാക്സ് സീന് ഐ തിങ്ക് കരയാത്ത സുഹൃത്ത് ബന്ധത്തിന് വില കൊടുക്കുന്ന ആരും കരഞ്ഞു. അറിയാതെ കരച്ചിലല്ല, ഒരു തരം നമ്മളറിയാതെ നമ്മളെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരും. അത് തിയേറ്ററിൽ കാണുമ്പോൾ അതിഭയങ്കരമായിരുന്നു എനിക്ക്. പിന്നെ ഞാനിപ്പോൾ ടി വിയിൽ കാണുമ്പോഴും എനിക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ്. എൻ്റെ സുഹൃത്തുക്കളിലേക്ക് ഞാൻ യാത്ര പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് എൻ്റെ മനസ്സ് എത്തിച്ചേരും, അവനോട് സംസാരിക്കാൻ തോന്നും. ഇതേ സിനിമ തമിഴിലെടുത്തു, ഇതേ സിനിമ ഹിന്ദിയിലെടുത്തു, പക്ഷെ അത്ര ഒരു ഭയങ്കര സക്സസ് ആയിരുന്നില്ല. കാരണം അതും ടോപ്പ് സ്റ്റാർസ് രജനീകാന്തും ഷാരൂഖ് ഖാനൊക്കെ അഭിനയിച്ചിട്ടും അവിടെയൊന്നും അധികം സക്സസ് ആവാതിരിക്കാൻ കാരണം അവിടെ ഒരു ശ്രീനിവാസൻ ഉണ്ടായിരുന്നില്ല. ബാർബർ ബാലിനെ അഭിനയിച്ചു പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ഒരു ടാലൻ്റുള്ള നടന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ശ്രീനിക്ക് കിട്ടുന്ന ആ ഒരു വില അവിടെ ആ ഒരു ക്യാരക്ടേഴ്സ് അഭിനയിച്ച നടന്മാർക്ക് കിട്ടിയിരുന്നില്ല. ഇവിടെ ശ്രീനിവാസൻ്റെ ഫാൻസും മമ്മൂട്ടിയുടെ ഫാൻസ് രണ്ടുപേരും അതിൽ തള്ളിക്കയറിയപ്പോഴാണ് മലയാളത്തിൽ അത്രയും വലിയ സക്സസ്. ഇറ്റ്സ് ഗുഡ് സ്റ്റോറി ആക്ച്വലി. അത്രയും നല്ല സിനിമയാണത്. ഒരു സാധാരണക്കാരനും ഒരു ടോപ്പ് ലെവൽ മൂവി സ്റ്റാറും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർ തമ്മിൽ കാണാതെ കണ്ടുമുട്ടുമ്പോഴുണ്ടായിരുന്ന ഒരു വൈകാരികമായ ഒരു തീവ്രത, അത് നമ്മൾ അനുഭവിച്ചറിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശ്രീനിവാസൻ്റെ മരണത്തിലൂടെ എനിക്ക് മനസ്സിലായത് അതിഗംഭീരമായൊരു ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ശ്രീനിവാസൻ സിനിമകളാണ് സത്യത്തിൽ മോഹൻലാലിനെ വളർത്തിയത്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു വില്ലനായി വന്നു. പിന്നെ പല സിനിമകളിലും മൾട്ടി ഹീറോസിൻ്റെ കൂടെയുള്ള അഭിനയം, അതിലൊരാളായിട്ടുള്ള അഭിനയം ഒക്കെ ആയിരുന്നു. പക്ഷേ എന്ന് ശ്രീനിവാസൻ സത്യനന്ദിക്കാടിൻ്റെ കൂടെ മോഹൻലാൽ കൂടെ ചേർന്നു, തിരിഞ്ഞു നോക്കൂ, എല്ലാ സിനിമകളും ഗാന്ധിനഗർ സെക്കൻഡ് ആയിക്കോട്ടെ, വരവേൽപ്പായിക്കോട്ടെ, നാടോടിക്കാറ്റായിക്കോട്ടെ, ടി പി ബാലഗോപാലൻ, എല്ലാറ്റിലും മോഹൻലാലായിരുന്നു. മോഹൻലാലിനെ നമ്മുടെ അടുത്ത വീട്ടിലെ പയ്യനായി കാണിച്ചത് ശ്രീനിവാസൻ്റെ കഥകളാണ്, സത്യനന്ദിക്കാടിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇത്രയും ടാലൻറ്റഡായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മുടെ കണ്ണൂർക്കാരനാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ കാണുമ്പോഴൊരു ഇത്തിരി കറുത്ത് അധികം ഉയരമില്ലാത്ത ഒരു മനുഷ്യൻ. മോസ്റ്റ് ഓഫ് ദ മൂവി വിൽ ബി എ കൊമേഡിയൻ, ഹീറോൻ്റെ അടി അല്ലെങ്കിൽ ഇത് ഒക്കെ കൊള്ളുന്ന ആളായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും when I go deep, എനിക്ക് പലതും മനസ്സിലായി. ഇത്രയും ടാലൻറ്റഡായ ഒരു മനുഷ്യന് വേറൊരാൾ ഐ നെവർ സീൻ മൂവി ഇൻഡസ്ട്രി. ബാലചന്ദ്ര മേനോൻ ഉണ്ടാവാം, ഇതൊക്കെ ചെയ്യുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തരം ക്യാരക്ടറിലേക്ക് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആളല്ലേ, കുടുംബകഥകളിലേക്ക്. ശ്രീനിവാസൻ രാഷ്ട്രീയപരമായതും കുടുംബപരമായതും പോലീസ് വേഷമായിക്കോട്ടെ എല്ലാറ്റിലും ഉണ്ടായിരുന്നു അദ്ദേഹം. ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം, ബാലേന്ദ്ര മേനോൻ യെസ് ഈസ് ഓൾസോ ഈക്വൽ, ബട്ട് എൻ്റെ കണ്ണിൽ ഒരു സ്റ്റെപ്പ് മേലെയാണ് ഞാൻ കണ്ട ശ്രീനിവാസൻ. കാരണം അത്രയും തീവ്രമായ തിരക്കഥകൾ എഴുതുന്നു, പല ഡയറക്ടേഴ്സിന് വേണ്ടി എഴുതുന്നു. പല ഡയറക്ടേഴ്സിൻ്റെ ചിന്താഗതി ഡിഫറെൻ്റ് ആയിരിക്കും, എന്നാലും അവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മാതിരി തന്നെ അദ്ദേഹം സിനിമകൾ എഴുതി. അത്രയും സക്സസ് ആയ ഒരു ആക്ടറായിരുന്നു, സ്ക്രീൻ പ്ലേ റൈറ്ററായിരുന്നു, പിന്നെ ഡയറക്ടർ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമ്പോൾ ഡയറക്റ്റ് ചെയ്ത ആ 2
മൂവീസും നല്ല അത്രയും അത്രയും നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കഥകളല്ലേ അതൊക്കെ. ചിന്താവിഷ്ടയ ശ്യാമളി ആയിക്കോട്ടെ, ഒരു കുടുംബനാഥൻ എങ്ങനെ ആവരുത് എന്നാണ് അതിൽ കാണിച്ചു തരുന്നത്. വടക്ക് നോക്ക് കേന്ദ്രത്തിൽ ഒരു ഭർത്താവ് എങ്ങനെ സൈക്കോ ആവരുത് എന്നാണ് കാണിക്കുന്നത്. ഒക്കെ നമ്മൾക്കൊരു തരം മെസ്സേജ് തരികയായിരുന്നു അതിലൊക്കെ. ആ മനുഷ്യൻ നമ്മൾ വിട്ടുപോവുകയാണ്. ഇനി ആ ഗ്യാപ്പ് ഒരു വലിയൊരു ഗ്യാപ്പായി നമ്മുടെ മുന്നിലുണ്ടാവും. അത് ആർക്കും ഫില്ല് ചെയ്യാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ടാലൻറ്റഡായ, അത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരാളുണ്ടാവും. കാരണം ശ്രീനിക്ക് പകരം ശ്രീനി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പാട്യംകാരനായ കണ്ണൂർക്കാരനായ ശ്രീനി ഇത്രയും വലിയൊരാളാണെന്ന് എനിക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല. പിന്നെ വളർന്നു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം മനസ്സിലായത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാനിപ്പോൾ കാണാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സുഖമില്ലാഞ്ഞപ്പോൾ. കാരണം ഹി വാസ് സ്ട്രഗ്ലിങ് ടു ടോക്ക്. അത് സംസാരിക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വില, അവരുടെ ഇത്രയും ഒരു 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 എന്താ പറയണത്, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാര്യയെ ഞാൻ കാണുന്നത്. അവരുടെ പിൻകാല കഥകൾ, പ്രേമം, അത്രയും സ്ട്രഗിൾ ചെയ്ത ജീവിതം, അപ്പോഴൊക്കെ ഒരു ബാക്ക് ബോൺ പോലെ ശ്രീനിവാസൻ്റെ കൂടെ നിന്ന ഭാര്യയെ, പിന്നെ അവരുടെ ആ ഒരു ദുഃഖം, മരണപ്പെട്ട സമയത്ത് ടി വിയിൽ കാണുമ്പോൾ അവരുടെ ആ ഒരു ദുഃഖം, ഇതൊക്കെ ദാറ്റ് ഈസ് വൈ ശ്രീനിവാസൻ ബിക്കെയിം സോ സച്ച് ഫേമസ്. ബിക്കോസ് അദ്ദേഹത്തിന് അത്രയും സപ്പോർട്ടായിരുന്നു ഭാര്യയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്. കുടുംബം നല്ലതാണെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. കുടുംബത്തിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ, നമ്മളെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരിക്കലും, ഐ ഡോണ്ട് നോ, വി കാൻ ബി ദാറ്റ് മച്ച് സക്സസ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ആ ഒരു നല്ല ഭാര്യയും നല്ല കുട്ടികളും അവരൊക്കെ ആയിരിക്കണം ശ്രീനിവാസനെ അത്രയും ഫ്രീ ആയിട്ട് എഴുതാനും ചിന്തിക്കാനും ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരാളാക്കി മാറ്റിയത്. നമ്മൾക്ക് നഷ്ടമാണ്, വിഷമാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ഒരാളിനി വരും. ആ ഒരു ഏത് ഷോയിലായിക്കോട്ടെ, ഏത് അവാർഡ് ഫങ്ഷൻ ആയിക്കോട്ടെ, ഉരുളക്കുപ്പേരി പോലെ സംസാരിക്കുന്ന ശ്രീനിവാസൻ എന്ന വ്യക്തിയെ കാണാതായപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ നിർത്തിയത്. കാരണം അദ്ദേഹം കാണുമ്പോൾ എനിക്ക് വളരെ വിഷമാവാൻ തുടങ്ങി. കാരണം ഞാൻ പഴയ പല വീഡിയോകൾ കാണുമ്പോഴുണ്ടായിരുന്ന ആ ഒരു ഊർജ്ജം, യെസ്, നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് സുഖമില്ലാഞ്ഞപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ മുന്നിൽ ഇത്രയും സ്റ്റാറായി നിൽക്കുന്ന ഒരാൾ, അത്രയും അയാൾ വളരെ കഷ്ടപ്പെട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അത് പലരും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ക്ലിയർ ചെയ്തിരുന്നത് വോയിസ്, എന്താണ് അവർ പറയുന്നതെന്നൊക്കെ. അതൊക്കെ നമ്മൾ കാഴ്ചക്കാർക്ക് വളരെ വിഷമമുണ്ടാക്കുക എനിക്കുണ്ടായിരുന്നു. എന്തായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തായിരുന്നു. കുടുംബത്തിന് ദൈവം ശക്തി നൽകട്ടെ. ഒരു 2 വാക്ക് സംസാരിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ, കാരണം എൻ്റെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വില കൊടുത്തിരുന്നു. എന്താ ചെയ്യുക, സമയമാകുമ്പോഴെല്ലാവരും പോകണം. പക്ഷേ ചിലവർ പോകുമ്പോൾ നമ്മൾക്ക് വല്ലാതെ വിഷമമുണ്ടാക്കും. ജയ് ഹിന്ദ്.